ലോകത്തെ ഏറ്റവും കൂടുതൽ ഇന്ധനം ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻനിരയിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. 89% അസംസ്കൃത എണ്ണയും 50% പ്രകൃതിവാതകങ്ങളും 59% LPGയും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. സ്വന്തമായി വലിയ ചരക്ക് കപ്പലുകളില്ലാത്തതിനാൽ ഓരോ വർഷവും കപ്പൽ കൂലി ഇനത്തിൽ മാത്രം $90 ബില്യൺ, അതായത് ഏകദേശം 7.5 ലക്ഷം കോടി രൂപ കപ്പൽ കമ്പനികൾക്കായി നൽകുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത്. എണ്ണയ്ക്ക് ശേഷം രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഇറക്കുമതി ചെലവ് കപ്പൽ കൂലിയാണ്. ഇതിന് പരിഹാരമായി സ്വന്തം കപ്പൽ നിര ശക്തിപ്പെടുത്തണമെന്ന് വിദഗ്ധരും സർക്കാരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. കഴിഞ്ഞ 10 വർഷത്തിനിടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം 44% വർദ്ധിച്ച ഇന്ത്യയിൽ ഈ വളർച്ച ഓരോ വർഷവും 3 മുതൽ 4% തോതിൽ തുടരുമെന്നാണ് ICRA പ്രവചിക്കുന്നത്. 2030ഓടെ റിഫൈനറി ശേഷി 258 മില്യൺ മെട്രിക് ടണ്ണിൽ നിന്ന് 315 മില്യൺ മെട്രിക് ടണ്ണായി ഉയരും. യൂറോപ്പിലും മറ്റിടങ്ങളിലും റിഫൈനറികൾ അടച്ചുപൂട്ടുന്ന പശ്ചാത്തലത്തിൽ ലോകത്തെ 4ാമത്തെ വലിയ റിഫൈനറിയായ ഇന്ത്യ വൻ എക്സ്പോർട്ട് ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വർഷം തോറും 65 മില്യൺ ടൺ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. വലിയ തോതിൽ നടക്കുന്ന വ്യാപാരത്തിന് 95% വരെ കടൽ മാർഗമാണ് നടക്കുന്നത്. അസംസ്കൃത എണ്ണയുടെ കപ്പൽ കൂലി ഒരു ബാരലിന് $0.7 മുതൽ $3 വരെയാണ്. LNG ഇറക്കുമതിയിൽ കപ്പൽ കൂലി മൊത്തം ചെലവിന്റെ 5 മുതൽ 15% വരും. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ഓയിൽ കമ്പനികൾ കപ്പൽ വാടകയ്ക്ക് മാത്രം $8 ബില്യൺ ചെലവഴിച്ചു. ഇന്ത്യയുടെ വ്യാപാര കപ്പൽ നിരയിൽ വെറും 1526 കപ്പലുകൾ മാത്രമാണുള്ളത്. മൊത്തം 14 മില്യൺ ഗ്രോസ് ടൺ. ലോകത്തെ മൊത്തം കപ്പലുകളുടെ എണ്ണത്തിൽ 0.77% ശേഷിയിൽ 1.2% മാത്രം. കപ്പൽ നിർമ്മാണത്തിൽ ചൈന, ദക്ഷിണ കൊറിയ, ജപ്പാൻ സഖ്യം 95% കൈവശപ്പെടുത്തിയപ്പോൾ ഇന്ത്യയുടെ വിഹിതം 0.06% മാത്രമാണ്. ലോകത്തെ ആദ്യ 15 കപ്പൽ നിർമ്മാതാക്കളുടെ പട്ടികയിൽ പോലും ഇന്ത്യയില്ല. അന്താരാഷ്ട്ര കപ്പൽ നിർമ്മാതാക്കളുടെ ഓർഡർ ബുക്ക് 3 മുതൽ 5 വർഷത്തേക്ക് നിറഞ്ഞിരിക്കുന്നതിനാൽ പുതിയ കപ്പലുകൾ വാങ്ങാൻ പോലും ഇന്ത്യക്ക് കാത്തിരിക്കേണ്ടി വരും. യുക്രൈൻ യുദ്ധം, ചെങ്കടൽ ആക്രമണങ്ങൾ, ഹൂതി ഭീഷണി തുടങ്ങിയ ആഗോള പ്രതിസന്ധികൾ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയെ ബാധിച്ചു കഴിഞ്ഞു. സ്വന്തം കപ്പലുകളില്ലാത്ത വിദേശ കമ്പനികളെ ആശ്രയിക്കേണ്ടി വരുന്നത് രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ്. ഈ പശ്ചാത്തലത്തിലാണ് കപ്പൽ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ വൻ നടപടികളിലേക്ക് കടക്കുന്നത്. കപ്പൽ നിർമ്മാണ ഷിപ്പിംഗ് മേഖലയ്ക്ക് ഇൻഫ്രാസ്ട്രക്ചർ പദവി നൽകി വായ്പാ നിരക്ക് കുറച്ചു. നാഷണൽ ഷിപ്പ് ബിൽഡിംഗ് മിഷൻ ആരംഭിച്ചു. ഡെഡിക്കേറ്റഡ് ഷിപ്പ് ബിൽഡിംഗ് ക്ലസ്റ്ററുകൾ രൂപീകരിക്കുന്നു. പുതുക്കിയ ഷിപ്പ് ബിൽഡിംഗ് ധനസഹായ പദ്ധതി, മാരിടൈം ഡെവലപ്മെന്റ് ഫണ്ട് സ്ഥാപിക്കൽ തുടങ്ങിയവയാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന പ്രധാന നടപടികൾ. സ്വന്തം ടാങ്കർ നിര ശക്തിപ്പെടുത്തിയാൽ വിദേശ കപ്പൽ കൂലി ലാഭിക്കാം. ആഗോള പ്രതിസന്ധികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കും. തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. കപ്പൽ നിർമ്മാണ വ്യവസായം വളരും. വിദഗ്ധർ ഒന്നടങ്കം ചൂണ്ടിക്കാണിക്കുന്നു. എണ്ണ ഇറക്കുമതി ശക്തമാകുന്ന ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ചരക്ക് കപ്പൽ ശേഷിയില്ലാതെ മുന്നോട്ട് പോകാനാവില്ല. സ്വന്തം കപ്പലുകളുള്ള മാരിടൈം മസിൽ അല്ലെങ്കിൽ ഭാവി ഇന്ധന സുരക്ഷ ഉറപ്പാക്കാനാവില്ല എന്ന് സർക്കാരും വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നു.